റഹീം, കഴിഞ്ഞ 2 ദിവസത്തെ ലോക്സഭാ കാഴ്ച നരേന്ദ്രമോദിക്ക് ഗുജറാത്തിലടക്കം പാർലമെന്ററി അദ്ദേഹത്തിന്റെ കരിയറിൽ പരിചയമുള്ള ഒന്നല്ല എന്ന് പറഞ്ഞാൽ ശക്തമായ പ്രതിപക്ഷ നേതാവിന്റെ കടന്നാക്രമണം അടക്കം അതിനോട് പ്രതിരോധിക്കാൻ ബാലക് ബുദ്ധി എന്നൊക്കെ പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസംഗം ലോക്സഭയിൽ നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ രാജ്യസഭയിൽ മണിപ്പൂരിനെ കുറിച്ചടക്കം ഇതുവരെ കാര്യമായി ഉണ്ടാക്കാൻ കൂട്ടാക്കാതിരുന്നതിൽ മിണ്ടിത്തുടങ്ങുകയാണ്. സ്വാഗതം ചെയ്യണ്ടേ അങ്ങടക്കം പ്രതിപക്ഷം? ശ്രീ റഹീം, ആത്മാർത്ഥമായി പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും തെറ്റായ നയങ്ങൾ തിരുത്താനും ജനങ്ങളോട് മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ അധികാരം വല്ലാതെ മത്തുപിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാകും എന്നത് കഴിഞ്ഞ 2014 മുതലുള്ളൊരു കാലഘട്ടത്തിൽ വളരെ കൃത്യമായി നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാൽ അതിനുശേഷം അങ്ങ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ വലിയ സമ്മർദ്ദം, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ, ഫൈസാബാദിൽ, അയോധ്യയിലൊക്കെ BJPക്കുണ്ടായ കനത്ത തിരിച്ചടി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കണ്ട 2 കാഴ്ചകൾ വളരെ കൗതുകത്തോടെ വളരെ സൂക്ഷ്മമായി നോക്കേണ്ടതാണ്. ഒന്ന്, വഴങ്ങാൻ തീർത്തും വകവെച്ചു തരാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാത്രമല്ല ഭരണപക്ഷത്തെയാകെ കാണാൻ കഴിയും. എന്തായിരുന്നു BJPയുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം? പരിമിതമായ ദിവസങ്ങളിലാണ് ഇത്തവണ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ചേർന്നത്. അതിലൊന്ന് സംയുക്ത സമ്മേളനമായിരുന്നു. അതിനു മുമ്പുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, പ്രോടൈം സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ ആർക്ക് കൊടുക്കും എന്നതിനെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ. നോക്കൂ, ഇത്തരം സന്ദർഭങ്ങളിൽ ജനാധിപത്യത്തോട് വഴങ്ങാനല്ല, മറിച്ച് ഏറ്റുമുട്ടാനായിരുന്നു ധിക്കാരത്തോടെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കാനായിരുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറായത്, BJP നേതൃത്വം തയ്യാറായത് എന്നുള്ളത് അവർ ജനാധിപത്യത്തെ പുല്ലുപോലും വകവയ്ക്കുന്നില്ല എന്നതിൽ തെളിവായിരുന്നു. മറ്റൊന്ന്, പാർലമെൻറ്റിനകത്ത് ലോക്സഭയിൽ മണിപ്പൂരിലെ അംഗത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന ആവശ്യത്തോട് പോലും തികച്ചും നെഗറ്റീവായിട്ടാണ് പെരുമാറിയത്. മറ്റൊരു കാര്യം, മണിപ്പൂരിനെ കുറിച്ച് ഇന്ന് രാജ്യസഭയിൽ അദ്ദേഹം സംസാരിച്ചു എന്ന് പറഞ്ഞു. രാജ്യസഭയിലേക്ക് വരികയാണ് ഞാൻ. രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടാൻ അദ്ദേഹം സന്നദ്ധമായിരിക്കുന്നു. പക്ഷെ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയതെന്താണ്, പറഞ്ഞതെന്താണ്? മണിപ്പൂരിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ലല്ലോ. നെറ്റിനെ കുറിച്ച് NDAയെക്കുറിച്ച്, ഇപ്പോൾ രക്ഷകർത്താക്കൾക്കുള്ള അഭ്യൂഹങ്ങളെക്കുറിച്ച് പുറംതൊലിയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് പോകലല്ലോ വേണ്ടത്. ആത്മാർത്ഥമായ ഇടപെടലുകൾക്ക് തയ്യാറാകുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് മണിപ്പൂരിനെ കുറിച്ചൊരു പ്രത്യേക ചർച്ച, പ്രധാനമന്ത്രി ആ ചർച്ചയ്ക്കൊടുവിൽ മറുപടി, ഇതൊക്കെയല്ലേ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ടത്? റഹീം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മോദിക്ക് ശീലമില്ലാത്തതാണ്. റഹീം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മോദിക്ക് ശീലമില്ലാത്ത ഒന്നാണ് ഈ ജനാധിപത്യ മര്യാദ, പ്രതിപക്ഷത്തെ കേൾക്കൽ, നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോ, എനിക്ക് വലിയ കാര്യമൊന്നുമില്ല എന്ന ആറ്റിറ്റ്യൂഡ്. അതിൽ നിന്നൊക്കെ മാറി വരണ്ടേ? മാറ്റത്തിന്റെ പാതയിൽ പറഞ്ഞു തുടങ്ങുന്നു ചെയ്യുന്നുണ്ടല്ലോ റഹീം, അതിനെ സ്വാഗതം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അല്ല അതിനെ സ്വാഗതം ചെയ്യാൻ പാകത്തിലായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. നിർബന്ധപൂർവം ഞങ്ങൾ രാജ്യസഭയിൽ ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ടല്ലോ നമ്പറിൻ്റെ കാര്യത്തിൽ. ആ നമ്പറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം പ്രധാനമന്ത്രിക്ക് പറയാൻ ചിലയിടത്ത് സമ്മർദ്ദമേറുന്നു എന്നത് ശരിയാണ്. അങ്ങ് പറയുന്ന നിരീക്ഷണം ശരിയാണ്, രാഷ്ട്രീയ നിരീക്ഷണം ശരിയാണ്. പക്ഷേ എന്നതിനപ്പുറത്ത് അദ്ദേഹം ക്രിയാത്മകമായോ സത്യസന്ധമായോ കാര്യങ്ങളെ സമീപിക്കാൻ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ഇപ്പോഴും തയ്യാറാകുന്നില്ല. കാരണം ഞാൻ പ്രോട്ടം സ്പീക്കർ മുതൽ ഇന്നത്തെ രാജ്യസഭാ പ്രസംഗം വരെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നത്. ഞാൻ ഒടുവിലത്തെ ഉദാഹരണം പറയുന്നു. ഞങ്ങൾ വാക്കൗട്ട് നടത്തി. ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ജനാധിപത്യത്തിലെ ഒരു ശബ്ദമാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ എപ്പോഴെല്ലാം എഴുന്നേൽക്കുമോ പ്രധാനമന്ത്രി വഴങ്ങേണ്ടതായിരുന്നു. പക്ഷേ നോക്കൂ, ഇന്ന് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എഴുന്നേറ്റപ്പോൾ പ്രധാനമന്ത്രി വഴങ്ങിയില്ല. പലയാവർത്തി ചോദിച്ചു മല്ലികാർജുൻ ഖാർഗെ. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റത് മല്ലികാർജുൻ ഖാർഗെക്ക് സമയം അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു ചെയറിനോടും പ്രധാനമന്ത്രിയോടും. അതല്ലേ ജനാധിപത്യം? എന്താണ് പറയാനുള്ളത്? എനിക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ മറ്റൊരാളല്ല, മറ്റേതെങ്കിലും ഒരു കക്ഷി നേതാവല്ല, വേറൊരു MP അല്ല, സഭയിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ വഴങ്ങിക്കൊടുക്കണ്ടേ? കേൾക്കാനേ തയ്യാറായില്ല. ഞങ്ങളെ കേൾക്കാതിരുന്നപ്പോഴാണ് ലീഡർ ഓഫ് ഒപ്പോസിഷന് മൈക്ക് കൊടുക്കാൻ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടും എൻറ്റയർ ബ്ലോക്ക് എഴുന്നേറ്റ് എന്ന് ആവശ്യപ്പെട്ടും അവർ തയ്യാറാകാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. ഇന്ന് വളരെ കൗതുകകരമായൊരു കാര്യം മലയാള മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങൾക്ക് മുൻപേ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്ലോക്ക് ഇന്ന് വാക്കൗട്ട് നടത്തുന്നതിന് മുൻപ് വേറൊരു വാക്കൗട്ട് സഭയിൽ നടന്നു. അത് BJD ആണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉടനീളം
BJP-യുടെ നിർണായകമായ പല ബില്ലുകൾക്കും കടന്നു പോകാനുള്ള അവസരമൊരുക്കി കൊടുത്ത് പിന്തുണ കൊടുത്ത് NDA-യുടെ പുറത്തു നിന്നിരുന്ന അവരുടെ അനുഭാവപൂർവ്വം പ്രവർത്തിച്ച സഖ്യകക്ഷി ഇന്ന് ആദ്യമായി ഈ കഴിഞ്ഞ ഈ നന്ദിപ്രമേയ ചർച്ചയിലുടനീളം പങ്കെടുത്ത് ശക്തമായി BJP ഗവൺമെന്റിനെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യ ബ്ലോക്കിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങി. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ BJD വാക്കൗട്ട് നടത്തി പ്രതിഷേധിച്ചു. ഇതെല്ലാം കാണുന്നത് BJP രാഷ്ട്രീയമായി ദുർബലപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു കനത്ത പ്രഹരമേറ്റതിന് ശേഷം ആ പ്രഹരം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തുടരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് അങ്ങ് പറഞ്ഞതുപോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ജനാധിപത്യപരമായ ഒരു സംവാദത്തിനോ രാഷ്ട്രീയമായ ഔന്നത്യമുള്ള ഒരു നിലപാടിലേക്ക് അതിനെ ഒന്ന് സ്വാഗതം ചെയ്യാൻ പാകപ്പെട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ്. താങ്കൾ നന്നായി പറയും, ഞാൻ അങ്ങനെയൊക്കെ